ഉറപ്പായി. പിന്നെ എന്ത് ചെയ്തു, പിന്നെ ആദ്യത്തെ ട്രെയിൻ കടന്നു പോയപ്പോൾ ആ കുടുംബം അപ്പം അയാൾ ഇങ്ങനെ ഇവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി. റെയിൽവേ പാളത്തിനടുത്ത് ഈ കുടുംബം എന്താ ചെയ്യുന്നത് അങ്ങനെ നോക്കി നോക്കി ഒരു ട്രെയിൻ കടന്നു പോയി. അപ്പോൾ ആ കുടുംബം ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഒരു പക്ഷെ അവർ ആ വണ്ടി ആയിരിക്കില്ല ഉദ്ദേശിച്ചെന്നൊരു അങ്ങനെ രാജസുബ്രഹ്മണ്യം പറഞ്ഞതുപോലെ ചില പ്രത്യേക വണ്ടികൾക്ക് മുന്നിൽ ചാടിയാൽ ആത്മഹത്യ ചെയ്യുന്ന ചിലർക്ക് നിർബന്ധമുണ്ടാവും അല്ലേ. ചില ട്രെയിനിന് മുന്നിൽ ചാടിയാൽ ആത്മഹത്യ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ആ അവസരത്തിൽ കഥാനായകൻ ചിന്തിക്കുന്നു, പാസഞ്ചർ വണ്ടിക്ക് ചാടാൻ ഉദ്ദേശിച്ചവർ ചരക്ക് വണ്ടിക്ക് മുന്നിൽ ചാടില്ല. പാസഞ്ചർ വണ്ടിക്ക് പാസഞ്ചറിനെ ചാടുള്ളൂ, അതായത് ചരക്ക് വണ്ടിക്ക് ചാടുന്നില്ല എന്ന് പറയുന്നു. പിന്നെ ഇനി ഏത് വണ്ടിയാണ് വരാനുള്ളത് എന്ന് ഓർത്ത് നിൽക്കുമ്പോൾ അയാളുടെ മനസ്സിലേക്ക് ഉത്തരാദി കഥ വീണ്ടും വന്നു. അങ്ങനെ എന്തായാലും അയാൾ ചിന്തിച്ചുകൊണ്ടിരിക്കെ പിന്നെ അയാളുടെ കുടുംബത്തിൽ കുട്ടികൾ കരച്ചിൽ നിർത്തിയിരുന്നില്ല. അമ്മ നിസ്സംഗയായിരിക്കും. അമ്മ എന്തുകൊണ്ട് കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിക്കുന്നില്ല എന്ന് അയാൾ ചിന്തിച്ചു. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ അമ്മ എന്തുകൊണ്ട് കുട്ടികളെ ആശ്വസിപ്പിക്കുന്നില്ല എന്നൊരു ചിന്ത നമ്മുടെ എഴുത്തുകാരന് വരുന്നു. എന്നാൽ മ്യൂമറിനെ മാറ്റി നിർത്തി അയാൾ ആ കുടുംബത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നീട് അവസാനം എന്ത് ചെയ്തു, അവിടെ പൊടുന്നനെ അപ്രതീക്ഷിതമായ കുടുംബം പാളത്തിനടുത്തേ നീങ്ങി തിളച്ചു വന്ന വെയിൽ ചുട്ടുപോയത് കറുത്ത ലോകങ്ങൾ അവർ അമർന്നിരിക്കുകയും കുഞ്ഞുങ്ങളുടെ തല അവർ കോൺസീപ്പിണിക്കാട് അമർത്തി. സ്ത്രീയും പുരുഷനും തല നന്നേ താഴ്ത്തിയാണ് ഇരുന്നത്. പിഴുതുമാറ്റാൻ കഴിയാത്തവണ്ണം ഏതോ ധ്യാനത്തിൻ്റെ ദൃഢനിൽ അവർ അമർന്നു പോയി എന്ന് കഥാകൃത്ത് രേഖ. അപ്പോൾ മുഴുവനും എയർ കണ്ടീഷൻ ചെയ്ത സമയം തെറ്റി വരുന്ന രാജധാനി എക്സ്പ്രസ് അവിടെ ധ്യാനത്തിന് മുകളിലൂടെ കടന്നുപോയി. അത് കാണുന്ന തല താഴ്ത്തി പിടിച്ചു. പിന്നെ ചെറിയ ആത്മഹത്യ ചെയ്യാൻ രാജധാനി കാത്തിരുന്ന ആ കുടുംബം എന്നോർത്ത് കഥ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ആ കുടുംബം ആ എക്സ്പ്രസ്സിന് മുന്നിൽ തല വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, മരിക്കുന്നു അല്ലേ. അപ്പോൾ അവർ ധ്യാനിക്കുന്നത് പോലെ അമർന്നാണ് അത് ഇരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ ആത്മഹത്യ, അതായത് രാജധാനി എക്സ്പ്രസ് വരാൻ വരെ ഇവർ എന്തിനാണ് കാത്തിരുന്നതെന്നാണ് ചോദിക്കുന്നത് അല്ലേ. എങ്കിലും അല്ലേ അത്രത്തോളം വളരെ സങ്കടകരമായ ഒരു കഥയാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷനും കണ്ടൻറ്റും കൺക്ലൂഷനൊക്കെ നോക്കിയിട്ട് വേണം എഴുതാൻ. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാനുള്ള കഥയാണ് അളവുകൾ. എന്താണ് അളവുകൾ? അതായത് അളവുകൾ എന്ന് എഴുതിയത് ഈ സന്തോഷ് കുമാറാണ്. അളവുകൾ എഴുതിയത് ഈ സന്തോഷ് കുമാർ. ഈ സന്തോഷ് കുമാറാണ് അളവുകൾ എന്ന് എഴുതിയത് അല്ലേ. സമകാലിക ചെറുതുകളുടെ പൊതു സ്വഭാവങ്ങൾ തിരിച്ചറിയുന്നു. ഇതൊക്കെ എന്താണ് ഈ സന്തോഷ് കുമാർ അളവുകൾ എന്ന കഥയിലൂടെ സമകാലിക സംഭവങ്ങൾ അധികം ഡൽഹി 1981 എന്നൊരു കഥ നമ്മൾ വായിച്ചു. അതിലും സമകാലിക അളവുകൾ കറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ സമകാലീന പ്രശ്നങ്ങളിലെ, അതായത് ഒരു അങ്ങാടിയിൽ അല്ലെങ്കിൽ ഒരു പട്ടണത്തിൽ വെച്ച് ആളുകളെ കൂട്ടക്കൊല ചെയ്യുന്നതും ഉപദ്രവിക്കുന്നതൊക്കെ അവർ കാണിക്കുന്നുണ്ടല്ലേ. അതും ഒരു പ്രശ്നമാണെന്നാണ് പറയുന്നത്. നവോത്ഥാന കാലഘട്ടത്തെ പോലെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളതും കാലിക പ്രസക്തവുമായ നിരവധി വിഷയങ്ങളാണ് സമകാലിക സാഹിത്യന്മാർ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ് ഈ വിഷയവും എന്ന് പറയുന്നു. ബൈക്ക് ആക്സിഡന്റിൽ മരണപ്പെട്ടു പോകുന്ന മകൻ്റെ ഓർമ്മകളിൽ ജീവിക്കുന്ന ഒരു പിതാവ് അവൻ്റെ ബൈക്ക് കച്ചവടം ചെയ്യുന്നു. ആ സംഭവം പിന്നെ ഹൃദയാത്മകമായി ആവിഷ്കരിക്കുന്നു. 3 ഉപാധിയാണ് ചെറുപ്പത്തിൻ്റെ സാഹസികത, ജീവൻ നഷ്ടപ്പെടുന്ന കഥകൾ, അങ്ങനെ അല്ലേ. അപ്പോൾ ഈ കഥ, അതായത് ഒരു ബൈക്ക് അപകടത്തിൽ ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഈ കഥയിൽ പറഞ്ഞത്. നമുക്ക് നോക്കാം. ഈ സന്തോഷ് കുമാർ പിന്നെ ആധുനികാന്തര ചെറുകഥാ കൃതികളുടെ പ്രമുഖരാണ് ഈ സന്തോഷ് കുമാർ. പിന്നെ സമകാല ജീവിതത്തെ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് ഏറ്റവും സാധാരണ ജീവിത സന്ദർഭങ്ങളെ അടർത്തിയെടുത്ത് ആവിഷ്കരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ രീതി. പിന്നെ പ്രമേയ വൈവിധ്യം കൊണ്ട് ശ്രദ്ധ ആകർഷിക്കുന്നവയാണ് അവ. തീവ്രമായ അന്തസംഘർഷങ്ങളെ, ചടുലമായ വൈകാരിക മുഹൂർത്തങ്ങളോ ഗംഭീരമായ നാടകീയ സന്ദർഭങ്ങളോ സന്തോഷ് കുമാർ അവതരിപ്പിക്കുന്നില്ല. സാധാരണ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ആർഭാടമായ ഗദ്യങ്ങൾ പതിഞ്ഞ താളത്തിൽ കലരാത്ത ഭാഷയിൽ പറഞ്ഞു പോകുന്ന രീതിയാണ് ഇതിലുള്ളത്. പ്രധാനപ്പെട്ട കൃതികൾ: ഗാലഗോസ്, ഹിജടകൾ, കന്യാദാനം, ബോൺസായ്.
ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കൃതികൾ? കന്യാദാനം, ബോൺസായ്, വിലപിക്കുന്ന ബുദ്ധൻ, 3 അന്ധന്മാർ ആനയെ വിവരിക്കുന്നു, ചാവുകുളി എന്നിവയാണ് പ്രധാനപ്പെട്ട. പിന്നെ തങ്കച്ചൻ, മഞ്ഞക്കാരൻ, കുന്നുകൾ, നക്ഷത്രങ്ങൾ, കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ എന്നൊക്കെ കിട്ടി. പിന്നെ സമകാലിക സാഹിത്യ പ്രവണതകൾ തിരിച്ചറിയുന്നു. ചുറ്റുപാട് നടക്കുന്ന സംഭവങ്ങൾ നിസ്സാരമെന്ന് തോന്നുമെങ്കിലും അത് ചിലരുടെ ജീവിതം തന്നെ തകർക്കുമെന്നതൊരു ചെറിയ വിവരണമാണ് അളവുകൾ എന്നത്. അതിൻ്റെ ഡിസ്കഷൻ നമുക്ക് നോക്കാം. പിന്നെ ആധുനികതയുടെ വിരസതയിൽ നിന്നും കഥയെ ഭാവുകത്തിൻ്റെ നവീന പാതയിലേക്ക് കൊണ്ടത് എഴുത്തുകാരനാണ് സന്തോഷ് കുമാർ. അദ്ദേഹത്തിൻ്റെ അളവുകൾ എന്ന കഥയാണ് ഇവിടെ പാഠ്യഭാഗം. കഥ തുടങ്ങുന്നത് ഒരു ചെറുപ്പക്കാരൻ ഒരു വീട്ടിലെത്തി. അവിടെ ഷെഡിൽ കിടക്കുന്ന ബൈക്ക് നോക്കുന്നിടത്താണ്. അയാൾ വീട്ടുടമസ്ഥനായ മധ്യവയസ്കനോട് എന്തൊക്കെയോ പറയുന്നു. അതായത് ഒരു വീട്ടിൽ ബൈക്ക് നോക്കാനെത്തും. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കും. എത്രയാണ് വില, എവിടെയാണ് വിൽക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കും. വാഹന കച്ചവടക്കാരൻ അയാൾ ബിസിനസ് ബന്ധപ്പെട്ട പൊതുധാരണകൾ പറയുന്നു. എല്ലാ സാധനവും എളുപ്പത്തിൽ പഴകുന്നു, ഒന്നിനൊരു വിലയില്ലാതാകുന്നു. വണ്ടികൾ പുതിയത് വരുമ്പോൾ പഴയതിൻ്റെ മാർക്കറ്റ് വാല്യൂ കുറയുന്നു. മനുഷ്യരുടെ കാര്യം ഇതുപോലെ തന്നെയാണെന്ന് പറയുന്നു അല്ലേ. പൊടി പിടിച്ച വാഹനം മൊത്തത്തിൽ നോക്കിയിട്ട് 321 വാഹന നമ്പർ ശരിയായില്ല, താഴോട്ട് നമ്പർ താഴ്ചല്ല പറയുന്നു അല്ലേ. പിന്നെ ഈ പിതാവ് തൻ്റെ മകനെക്കുറിച്ച് വണ്ടി വാങ്ങിയപ്പോൾ ഈ നമ്പർ വേണ്ടതായിരിക്കും അത് കൊടുത്തത് നമുക്ക് നെടുവീർപ്പോടെ ഓർക്കുന്നു. കച്ചവടക്കാരനായ ചെറുപ്പക്കാരൻ ആ പിതാവിൻ്റെ മാനസിക വ്യഥയൊന്നും ഓർക്കാതെ അയാളുടെ പക്കൽ ആക്സിഡൻറ്റിൽപ്പെട്ട് മരിച്ച മകൻ്റെ വാത്തോരാതെ. അപ്പോൾ ഈ ആക്സിഡൻറ്റിൽ വണ്ടി ആക്സിഡൻറ്റിലാണ് ഈ അച്ഛനെ മകൻ മരിച്ചത്. ആ വണ്ടി വാങ്ങാനാണ് ഒരാൾ വന്നത്. അപ്പം എൻ്റെ മകൻ ഇങ്ങനെയാണ് മരിച്ചതെന്ന് പറഞ്ഞിട്ട് അയാളോട് വാചാലനായി സംസാരിക്കുന്ന ഒരു അച്ഛൻ്റെ കഥയാണ് ഇത്. പിന്നെ അളവുകൾ എന്ന് പറയുന്നത്. പിന്നീട് ആ ശ്രദ്ധിച്ചു. അതെല്ലാം കേട്ട് പഴയ ഓർമ്മകളിലേക്ക് വന്ന് പിതാവിൻ്റെ കണ്ണുകൾ നിറയുന്നു. ചെറുപ്പക്കാരൻ പെട്ടെന്ന് തന്നെ തെറ്റു മനസ്സിലാക്കി ക്ഷമ പറയുന്നു. ശിരസ്സടിച്ചാണ് വീണ കുഴപ്പമുണ്ട്. പിന്നീട് ഇതെല്ലാം കേട്ട് പഴയ ആ പിതാവിൻ്റെ കണ്ണുകൾ. അപ്പം പിതാവ് ഇങ്ങനെ കരഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ പാവം തോന്നി. അപ്പം ചെറുപ്പക്കാരൻ ക്ഷമ ചോദിച്ചു പോവാണ്. പക്ഷേ ചെറുപ്പക്കാരൻ പറഞ്ഞ തുക പിതാവ് കൈനീട്ടി വാങ്ങി. എണ്ണി നോക്കിയില്ല, വിലപേശിയില്ല. മോട്ടോർ ബൈക്കിൽ ഒരു നിമിഷം തൊട്ട് പുറത്ത് നിൽക്കുമ്പോൾ അദ്ദേഹം വീടിനകത്ത് പോയി ഒരു ഹെൽമെറ്റ് എടുത്ത് കൊണ്ടുവന്നു. ചെറുപ്പക്കാരൻ ധരിക്കണം, പാകമാകാതിരിക്കില്ല, വേദനയോടെ പറഞ്ഞു. മകൻ ആ വണ്ടി എടുത്തിട്ട് അദ്ദേഹം ഹെൽമെറ്റ് എടുത്തു കൊടുത്തു. പക്ഷേ അന്ന് അത് ഉപയോഗിച്ചില്ല. അവൻ പിതാവിൻ്റെ വാക്കുകൾ കേൾക്കാതെ പോയി. അപ്പോൾ ഹെൽമെറ്റ് ഉപയോഗിക്കാതാണ് അന്ന് ആ മകൻ പോയത്. കഥയുടെ ആദ്യ ഭാഗത്ത് ചെറുപ്പക്കാരൻ്റെ വാക്കുകളുണ്ട്. അപ്പോൾ മനുഷ്യ ജീവിതത്തിൻ്റെ വില അല്ലേ. ഹെൽമെറ്റ് കൊടുത്തിട്ട് ഉപയോഗിക്കാതെ പോയിട്ട് പിന്നെ ആക്സിഡൻറ്റ് പറ്റിയിട്ടാണ് ആ മകൻ മരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളാണ്. മീൻസ് ഭാവിയിലേക്കുള്ള ഫ്യൂച്ചറിലേക്ക് ഒരു ബോധമില്ലാതെ നടക്കുന്ന ന്യൂ ജനറേഷൻ്റെ കഥയും കൂടി ഇവിടെ നമുക്ക് അനുസ്മരിക്കാം. അപ്പം പറഞ്ഞാൽ പിന്നെ മറ്റുള്ളവരുടെ അനുസരിക്കാതെ ബഹുമാനം കടുക്കാത്തമായ അതും നോക്കാം. അപ്പോൾ ഈ ഒരു കഥകളിലൂടെയാണ് ഇങ്ങനത്തെ ഓരോരോ വിഷയങ്ങൾ അല്ലെങ്കിൽ മെസ്സേജാണ് ഇതിലൂടെ വരുന്നത് അല്ലേ. പ്രായമായവർ പറയുമ്പോൾ കേൾക്കാതെ പോകുന്നൊരു ന്യൂ ജനറേഷൻ അങ്ങനെ ഒരു വൈബ് ഉണ്ട്. നിങ്ങളതെടുക്കുക അവർക്ക് അവരുടേതായ വഴികളാണ്, ചിന്തകളാണ്. പണ്ടത്തെ പോലെ ഒന്ന് മുതിർന്നവർ പറയുന്നത് അതേപോലെ അനുസരിക്കുന്നൊരു തലമുറയല്ല ഇന്നുള്ളത് അല്ലേ. അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ചില വീട്ടിലെ കുട്ടികളൊക്കെ നന്നായി അനുസരണയോടുകൂടി ജീവിക്കുക. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഈ പിതാവ് സഹജീവികളുടെ ദുരന്തത്തെ കണക്കിലെടുക്കാതെ അത് ആഘോഷമാക്കുന്ന, ഒന്നിനോടും മമതയില്ലാത്ത അല്ലെ, ഒന്നിനോടും അതിൽ ആരോടും ഒന്നുമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു തലമുറയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ വളരെയധികം വേദനയോട് കൂടിയിട്ടാണ് ഈ സന്തോഷ് കുമാർ അളവുകൾ എന്ന് പറയുന്ന ഈ ഒരു കഥ മുന്നോട്ട് വെക്കുന്നത് അല്ലേ. പിന്നെയോ എന്നാൽ തൻ്റെ ദയനീയാവസ്ഥയിൽ തന്നോട് അന്യായ പിതാവ് ധനത്തിന് നല്ല പ്രഥമ സ്ഥാനം ആയുസ്സിനുമാണ്, ആരോഗ്യത്തിനും ആയുസ്സിനും കൊടുക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് വൃദ്ധൻ ഈ കഥ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ വളരെ സങ്കടകരമായ ഒരു കഥയാണ് ഇത് നമ്മുടെ അളവുകൾ എന്ന് പറഞ്ഞ ഈ കഥ. ഇത് എഴുതിയത് ഈ സന്തോഷ് കുമാറാണ്. പിന്നെ ഒരു പക്ഷേ ഹെൽമെറ്റ് ധരിച്ചിരുന്നെങ്കിലും മരണം സംഭവിക്കുമായതിന് വേദനയോടെ പിതാവ് സ്മരിക്കുന്നു. ജീവിതാനുഭവങ്ങളിൽ നിന്ന് ജീവിത സത്യങ്ങൾ മനസ്സിലാക്കാൻ ലാഭേച്ഛുക്കളായ മനുഷ്യൻ ശ്രമിക്കാറില്ല. ദുരന്താനുഭവം ഇവിടെ മർത്യജീവിതത്തിൻ്റെ ക്ഷണഭംഗുരതയെക്കുറിച്ച് അച്ഛനെ ബോധവാനാക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അപരൻ്റെ ജീവിതത്തെയും ഇത് സമീപിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ആ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അളവുകൾ എന്നതും സന്തോഷ് കുമാറിൻ്റെ, പിന്നെ ഒരു പാളത്തിലൊരു കുടുംബം എന്ന് പറയുന്ന കുമാരൻ്റെ ഇതും രണ്ടും എക്സാമിന് വരും. അപ്പോൾ നിങ്ങൾ ഇതിൻ്റേതായ രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.